സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി ആക്കി കൊടുക്കുന്നിടത്ത് നമുക്ക് കിട്ടുന്നത് എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ മഗ്ഫിറത്താണ്. റബ്ബിന്റെ മഗ്ഫിറത്ത് ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം അതാണ്. അതുകൊണ്ടല്ലേ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെരഞ്ഞെടുത്ത ഏറ്റവും നല്ല വഴിയും അത് തന്നെയല്ലേ? കൂക്കി വിളിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞ് കല്ലെറിഞ്ഞ് ഒന്നും സ്വീകരിക്കാതെ ത്വായിഫിന്റെ തെരുവീതിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം കുടുംബക്കാര് തന്നെ വേട്ടയാടിയപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി അല്ലാഹുമ്മ ഹ്ദി ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. എന്റെ ഖൗമിന് നീ മാപ്പ് കൊടുക്കണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ. വിവരമില്ലാത്തവരാണല്ലോ, അവർക്ക് അറിവെത്തുമ്പോ വിവേകമെത്തുമ്പോ കാര്യം മനസ്സിലാക്കി അവര് നിന്റെ മാർഗത്തിലേക്ക് വന്നുകൊള്ളും. മാപ്പ് കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി എന്നല്ലേ തങ്ങൾ ദുആ ചെയ്തു കൊടുത്തത്. പ്രതികാരം ആഗ്രഹിക്കുന്ന ഒരു ഘട്ടത്തിലും പ്രതികാരത്തിന്റെ മാർഗം സ്വീകരിക്കാതെ വിട്ടുവീഴ്ചയുടെയും മാപ്പിന്റെയും മാർഗം സ്വീകരിച്ച് ലോകത്തെ ഏറ്റവും വലിയ വിട്ടുവീഴ്ച പഠിപ്പിച്ച നേതാവ് സയ്യിദുൽ അംബിയാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണത്. മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുക. അതിന് കുറച്ചൊക്കെ ഒരു ഈമാൻ വിളിച്ചുള്ള ആളുകള് നമ്മളെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക സംഗതിക്ക് ഒരുങ്ങുമ്പോ, ഉദാഹരണമായിട്ട് ഇപ്പൊ ഹജ്ജിനോ ഉംറക്കോ അല്ലെങ്കിൽ കല്യാണത്തിനോ അല്ലെങ്കിൽ പൊരക്കൂടലിനോ അങ്ങനെയുള്ള ഏതെങ്കിലും സംഗതിക്കൊക്കെ ഒരുങ്ങുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് സുൽഹാക്കി മസലത്താക്കി ഒന്ന് പൊരുത്തപ്പെടിച്ച് ഒന്ന് റെഡിയാക്കി ഒന്നുകൂടി ഒന്ന് ജീവിതമൊക്കെ ഒന്ന് വട്ടത്തിലാക്കാം. കുറച്ചുകൂടി ഈമാൻ വെളിച്ചുള്ള ആളുകളിൽ നിന്നൊരു പക്ഷെ അങ്ങനെ വരും. പക്ഷെ ഈമാൻ വെളിച്ചം വളരെ ദൂരത്തായ ആളുകൾ പിന്നെയും അതിൽ നിന്ന് പിറകോട്ട് നിൽക്കും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. കഴിഞ്ഞ വർഷം ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ച 1-2 ആളുകളോട് അവരാ വിഷയം വന്ന് പറഞ്ഞപ്പോ അവർക്ക് ദ്വാരന്ന് കൊടുത്തു. നമുക്കെല്ലാവർക്കും നമ്മളെ കൂട്ടത്തിൽ അടുത്ത വർഷം ഉദ്ദേശിക്കുന്നവർക്ക് പ്രത്യേകിച്ചും മഖ്ബൂലും മബ്രൂറുമായ ഹജ്ജ് ഉംറകൾക്കും മർലിയായ സിയാറത്തിനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ പരിശുദ്ധമായ കർമ്മത്തിന് ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആൾ ഏറ്റവും നല്ല രൂപത്തിലേക്ക് ഹജ്ജിന് പോകാൻ വേണ്ടത്. ഞാൻ എന്ത് സംഗതികൾക്ക് മുന്നോട്ട് നിൽക്കേണ്ടി വന്നാലും കുഴപ്പമില്ല, എന്റെ ഹജ്ജും ഉംറയും പൂർണ്ണമായി മഖ്ബൂലായി കിട്ടണം. നിങ്ങൾ ഏതായാലും ഹജ്ജിന് പോകല്ലേ, ഒരു 10-50 വയസ്സ് കഴിഞ്ഞിട്ട് അള്ളാഹു നിങ്ങൾക്ക് തന്ന തൗഫീഖല്ലേ. നിങ്ങളെ ഒരു 2 വയസ്സിന്റെ അല്ലെങ്കിൽ 3 വയസ്സിന്റെ ഒരു മാറ്റേ ഉള്ളൂ നിങ്ങളെ സഹോദരൻ. നിങ്ങളെ ഒരേ ചോരെ, നിങ്ങളെ വാപ്പക്കും നിങ്ങളെ ഉമ്മക്കും ജനിച്ച നിങ്ങളുടെ സഹോദരൻ. സംഗതി ആ സഹോദരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത ചില വിഷയങ്ങൾ ഉണ്ടായി എന്ന് കുട്ടിക്കോളും. എനിക്ക് വരാലോ, മനുഷ്യന്മാരെല്ലാരും ഒരേ സ്വഭാവമല്ലല്ലോ. അങ്ങനെ സംഭവിച്ചു, ശരിയാ. പക്ഷെ നിങ്ങൾ പോകുന്ന പോക്കില് ഒന്ന് റാഹത്തോടെ നിങ്ങളെ മനസ്സിനൊരു സന്തോഷവും, എല്ലാവർക്കും പങ്കെടുക്കുന്ന നിങ്ങളെ പരിപാടിക്ക് വേണ്ടി യാത്രയപ്പിന് വേണ്ടി പങ്കെടുക്കുന്നവർക്കൊക്കെ സംഗതി അത്രയൊക്കെ ആൾ ചെയ്തിട്ടും മാപ്പായി കൊടുത്തല്ലോ. നല്ല ഹജ്ജും നല്ല ഉംറയും അല്ലാഹു കൊടുക്കട്ടെ എന്ന് എല്ലാവരും ദ്വാരക്കാനൊക്കെ കാരണല്ലേ. നിങ്ങളെ സഹോദരനോടൊന്ന് പൊരുത്തപ്പെടിച്ച് നിങ്ങളെ വീട്ടിൽ ഒരു പരിപാടിയൊക്കെ ഉണ്ടാക്കി ആ പരിപാടിക്ക് സഹോദരനൊക്കെ വന്ന് നിങ്ങളെ യാത്രയാക്കാനൊക്കെ വന്ന് നല്ല മനസ്സോടെ യാത്ര ചെയ്ത് നല്ല റാഹത്തോടെ അമലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ മനസ്സിന് ഒരു സന്തോഷം ഉണ്ടാകൂലേ എന്ന് വാളും ഉപദേശമൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ഉസ്താദേ അതിന് ഞാൻ അവിടെ മൗത്താകാൻ പോകുന്നില്ലല്ലോ, മരിക്കാൻ പോകുന്നില്ലല്ലോ, ഞാൻ ഹജ്ജ് ഇങ്ങോട്ട് തന്നെ വരൂലേ എന്ന് പറഞ്ഞ് അത് തീർക്കാനായിട്ട് ഇനി വന്നിട്ട് ബാക്കി തുടങ്ങണം എന്നാണ് പറഞ്ഞിട്ട് അർത്ഥം. അങ്ങനെ പറഞ്ഞാൽ പിന്നെ എന്ത് വാള് പറയാനാ?
പിന്നെ എന്ത് നസീഹത്ത് കൊടുക്കാനാ സഹോദരങ്ങളെ? നമ്മളെ മനസ്സിന്റെ കട്ടിയൊക്കെ ഒന്ന് കുറക്കണ്ടേ? നിസ്സാര പ്രശ്നമായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക. അന്വേഷിച്ച് നോക്കിയാൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അത് കേട്ടാൽ ചിരി വരും. ഇതിനാപ്പ ഈ ഒരു പൊരുത്തക്കേടായിട്ടൊക്കെ നടക്കണമെന്നൊക്കെ ചോദിക്കും. നിസ്സാര വിഷയം ഉണ്ടാവുള്ളൂ. അതിന് വർഷങ്ങളെ പഴക്കമുണ്ടാകും. നിസ്കാരത്തിന് കുറവുണ്ടാവില്ല, ജമാഅത്തിന് കുറവുണ്ടാവില്ല, ഖുർആനത്തിന് കുറവുണ്ടാവില്ല. ഒറ്റ കുറവേ ഉള്ളൂ. അത് തിരുത്താനേ ഉള്ളൂ. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് കിട്ടാൻ ഒറ്റ വിഷയമുള്ളൂ ഞവർക്ക് വേണ്ടത്. എന്താണ്? ഈ പ്രശ്നങ്ങളൊന്ന് പരിഹരിച്ചിട്ടാൽ മതി. മനസ്സിൽ നീറുന്ന സങ്കടം ഉണ്ടായിട്ട് നമുക്കാർക്കും ദുന്യാവിൽ അങ്ങനത്തെ വന്ന് നമുക്കാർക്കും അനുഭവം പറയണ്ടാകൂല. എന്നിട്ട് നിങ്ങൾ നോക്ക്, നീറുന്ന പ്രശ്നങ്ങൾ മനസ്സിൽ വന്നിട്ട് അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തില്ലേ വലിയ വലിയ മഹാന്മാര്? ആ വിട്ടുവീഴ്ച നമുക്കൊരു ഉദാഹരണമാക്കി അല്ലാഹു തആല പഠിപ്പിച്ചില്ലേ? എത്ര നീറുന്ന പ്രശ്നങ്ങൾക്കാണ് അവര് വിട്ടുവീഴ്ച കൊടുത്തത്. ഉമ്മമാരെ, ഉപ്പമാരെ, ഖുർആൻ വലിയൊരു ഉദാഹരണം പഠിപ്പിക്കുന്നില്ലേ? നബിയുല്ലാഹി യാക്കൂബ് അലൈഹിസ്സലാം